നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ 3 മത്സരങ്ങളായി കേരള ബ്ലാസ്റ്റേഴ്സിന് പോസിറ്റീവ് മാത്രമാണ്. 2 വിജയം, 1 സമനില. അങ്ങനെ പോയിക്കൊണ്ടിരിക്കവേ ഇതാ ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിൽ നിന്ന് 3 താരങ്ങളുടെ പരിക്കിൻ്റെ വിവരം ഒഫീഷ്യലി ക്ലബ്ബ് കൺഫേം ചെയ്യുന്നു. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാവുന്ന വാർത്തയാണ്, പക്ഷേ ഇപ്പോൾ ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിരിക്കുന്നു. ഇഞ്ചുറി അപ്ഡേറ്റ് ബ്ലാസ്റ്റേഴ്സിന് നൽകുന്നു. ബ്ലാസ്റ്റേഴ്സ് ക്യാൻ കൺഫേം ദാറ്റ് ഡാനിഷ് ആൻഡ് കരീം ഹാവ് സസ്റ്റൈൻഡ് ആംസ്ട്രിങ് ഇഞ്ചുറീസ്. 2 താരങ്ങൾക്കും ആംസ്ട്രിങ് ഇഞ്ചുറി സംഭവിച്ചിരിക്കുന്നു. ജംഷഡ്പൂർ FC-ക്കെതിരെയുള്ള മത്സരത്തിനിടക്കാണ് അത് സംഭവിച്ചിരിക്കുന്നത്. 2 പ്ലെയേഴ്സും നിലവിൽ മെഡിക്കൽ ടീമിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒബ്സർവേഷനിലാണ് ഉള്ളത്. കൂടുതൽ അസസ്മെൻറ്റുകൾ നടത്തിയാൽ മാത്രമേ എത്ര നാൾ അവർക്ക് പുറത്തിരിക്കേണ്ടി വരും, റിക്കവറി ടൈം ലൈൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന് ബ്ലാസ്റ്റേഴ്സിന് ഒഫീഷ്യലി അറിയിക്കുന്നു. അപ്പോൾ അടുത്ത മത്സരം കളിക്കാൻ അവരുണ്ടാവാനുള്ള സാധ്യതയില്ല എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതോടൊപ്പം അമാവിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ആംഗിൾ സർജറി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സീസണിൻ്റെ ബാക്കി മത്സരങ്ങൾക്ക് അദ്ദേഹം ഉണ്ടാവില്ല, റൂൾഡ് ഔട്ട് ആയിരിക്കുന്നു. ദി ക്ലബ് വിൽ കണ്ടിന്യൂ ടു പ്രൊവൈഡ് ദി നെസറി സപ്പോർട്ട് ത്രൂ ഔട്ട് ഈസ് റീഹാബിലിറ്റേഷൻ പ്രോസസ് എന്നുകൂടി ക്ലബ് അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും കരീം വന്നിട്ട് ബ്ലാസ്റ്റേഴ്സിനായിട്ട് മികച്ച പ്രകടനം നടത്തിയിട്ട് ആരാധകരൊരു പ്രതീക്ഷ വെച്ച് വന്നതായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഡാനിഷിൻ്റെ കാര്യത്തിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാന താരമാണ് ഡാനിഷ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അമാവിയ റൂൾഡ് ഔട്ട് ആവുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും പ്രതിസന്ധികൾ വീണ്ടും വരുന്നു എന്നർത്ഥം. അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് 23-ാം തീയതി, അതായത് വ്യാഴാഴ്ച ഒഡീഷ FC-ക്കെതിരെയാണ് കളിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.